പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 മീനമാസം 6-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 20-ാം തീയതി. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:32-നും അസ്തമയം വൈകിട്ട് 6:32-നുമാകുന്നു. നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം, ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാകുന്നു. തിഥികളിൽ കറുത്തപക്ഷം 5-ാം തീയതി കഴിഞ്ഞാൽ പ്രായണ ബലം കുറവാണ് ചന്ദ്രന്. പക്ഷോദ്ഭവം ഹിമകരസ്യ വിശിഷ്ടമാഹു, പക്ഷബലവാനാണ് ചന്ദ്രൻ. വെളുത്തപക്ഷത്തിലെ ചന്ദ്രന് ബലം. അപ്രകാരം വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥി കഴിഞ്ഞാൽ ചന്ദ്രൻ ബലവാനാണ്. അതാണ് പൂർണ്ണേന്ദു, പൂർണ്ണചന്ദ്രൻ. നാം പൗർണമി എന്നൊക്കെ പറയും. ഏറ്റവും അധികം ഗാനങ്ങളും നല്ല കവിതകളുമൊക്കെ പൗർണമിയെ, ചന്ദ്രൻ്റെ ആ പൂർണ്ണതയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കവികൾ ഭാവനയിൽ രചിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണ് നാം സുബ്രഹ്മണ്യൻ്റെ ഷഷ്ഠി തിഥിയായി, ഷഷ്ഠിവ്രതമായി ആചരിക്കുന്നത്. കറുത്തപക്ഷത്തിലെ ഷഷ്ഠിക്ക് വിശേഷിച്ച് സവിശേഷതകളൊന്നും തന്നെ ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല. നാളത്തെ നക്ഷത്രം അതിശക്തമായ അനിഴം നക്ഷത്രമാകുന്നു. അനിഴം ലോകത്തിലെ പ്രഗത്ഭമതികളുടെ നക്ഷത്രമാകുന്നു. അത് നരേന്ദ്രമോദിയായാലും APJ അബ്ദുൽ കലാമായാലും രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് സാരഥിയായ പ്രിയങ്ക ഗാന്ധിയായാലും അനിഴം നക്ഷത്രം വളരെ പ്രാധാന്യമുള്ള ഒരു നക്ഷത്രമാകുന്നു. നാം ശുഭകാര്യങ്ങൾക്കെല്ലാം തന്നെ അനിഴം നക്ഷത്രത്തിനെ സ്വീകരിക്കാറുണ്ട്. ചോറും നക്ഷത്രമായ ആകയാലും അതിന് പുറമെ വിവാഹ വിഷയത്തിലും നാം അനിഴം നക്ഷത്രത്തിനെ സ്വീകരിച്ചു വരുന്നു. സ്വതവേ ശുഭത്വമുള്ള നക്ഷത്രമാണ്. അനിഴം ഭരിക്കുന്ന ഗ്രഹം ശനിയാകുന്നു. പൂയം, അനിഴം, ഉത്രട്ടാതി അത് ശനിയുടെ നക്ഷത്രങ്ങളാകുന്നു. അതിനാൽ പലപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഈ ശനിയുടെ നക്ഷത്രങ്ങൾക്ക് പൂയം, അനിഴം, ഉത്രട്ടാതി വിവാഹ വിഷയത്തിൽ കാലതാമസം വരുന്നു, അല്ലെങ്കിൽ പലപ്പോഴും സന്യാസയോഗം കൈവരുന്നു. ധാരാളം അനിഴം നക്ഷത്രക്കാർ സന്യാസം അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ ഈ മേഖലയിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ജീവിതത്തിൽ ആത്മീയമായ വിഷയത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളവരാകുന്നു. നാളത്തെ പ്രാർത്ഥന അപ്രകാരം തന്നെ നിങ്ങൾക്ക് ഹനുമാൻ ക്ഷേത്ര ദർശനവും, അപ്രകാരം തന്നെ അവിടെയുള്ള ശ്രീരാമസ്വാമി അല്ലെങ്കിൽ വിഷ്ണുവിന് തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും നല്ല വഴിപാടാകുന്നു അവൽ നിവേദ്യം. നിങ്ങൾ നാളെ സന്ദർശിക്കുകയാണെങ്കിൽ നിർബന്ധമായും ഗത ഒപ്പിക്കൽ എന്ന കർമ്മം ചെയ്യണം. കാരണം ഗത ഒപ്പിച്ചാൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ഒരു പൂർണ്ണ വിശ്വാസമാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങുക, ഹനുമാൻ ചാലീസ് ജപിക്കുക, ഓം ഹം ഹനുമതേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഹനുമാൻ സ്വാമിയുടെ ഒരു പൂർണ്ണമായ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കും. അപ്രകാരം തന്നെ ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രവും വളരെ ഗുണമാണ്. നാളെ നിങ്ങൾക്ക് അന്നദാനം ചെയ്താൽ വളരെയധികം പുണ്യമുണ്ടാകും. കാരണം ശനിയുടെ നക്ഷത്രങ്ങളിൽ അന്നദാനം ചെയ്യുന്നത് വളരെയധികം ഗുണമാണ്. നാളെ ശുഭമുഹൂർത്തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നോട്ട് ചെയ്യുക. നാളെ കാലത്ത് 9:30 മുതൽ 12 മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങളും ചെയ്യുവാൻ അനുകൂലമായ സമയമാകുന്നു. അത് ബാങ്കിങ് സെക്ടറിലായാലും അല്ലെങ്കിൽ മറ്റ് ഏത് നല്ല തീരുമാനങ്ങൾക്കായാലും നാളത്തെ ദിനം നിങ്ങൾ സ്വീകരിക്കുക. സാമ്പത്തികമായ വിഷയങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെയധികം ശുഭമാണ്. വ്യാഴം വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റ് ആകുന്നു. അവിടെ ഈ ശനി അനിഴം നക്ഷത്രമായതുകൊണ്ട് പലപ്പോഴും വളരെയധികം നമുക്ക് ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ്. നാളത്തെ പ്രാർത്ഥന പറഞ്ഞു, മുഹൂർത്തങ്ങൾ പറഞ്ഞു. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.